നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർസ് ആൻഡ് സോളാർ സിസ്റ്റം എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് തുടങ്ങി. അതിൽ ഫസ്റ്റ് മൂണിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളത് മൂണിൻ്റെ സർഫസ് ആണ്. ചിത്രത്തിൽ കാണുന്നത് മൂണിൻ്റെ സർഫസിൻ്റെ ഒരു ഫോട്ടോ ആണ്. നമ്മൾ കാണുന്ന ഈ ചെറിയ കുഴികൾ പോലെ തോന്നുന്നതൊക്കെ ഭയങ്കര വലിയ കുഴികളായിരിക്കും. ചെറിയ പാറകൾ പോലെ കാണുന്നതൊക്കെ അതിഭയങ്കരമായ പാറകളുമായിരിക്കും. അതാണ് മൂണിൻ്റെ സർഫസിൻ്റെ പ്രത്യേകത. ദ മൂൺ ഹാസ് ഓൾമോസ്റ്റ് നോ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷം എന്ന് പറയുന്ന ഒരു സാധനമില്ല. കാരണം എന്താണ്? ഗ്രാവിറ്റി വളരെ കുറവാണ്. നമുക്ക് ഈ അന്തരീക്ഷം എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ ഉണ്ടാകുന്നത് നമ്മൾ ഭൂമിയുടെ ഗ്രാവിറ്റി കൊണ്ടാണ്. ഈ ഗ്യാസിനെ ഈ എയറിനെയൊക്കെ ഭൂമിയുടെ പിടിച്ചു നിർത്തിയത് അതിൻ്റെ ഗ്രാവിറ്റി കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഗ്രാവിറ്റി കുറവായത് കൊണ്ട് തന്നെ മൂണിന് അറ്റ്മോസ്ഫിയറും ഉണ്ടാവില്ല. എല്ലാ തരം ഗ്യാസുകളും എന്ത് ചെയ്യും? അതിൻ്റെ സർഫസിൽ നിന്ന് എസ്കേപ്പ് ആയി പോകും. ഗ്യാസുകൾ എപ്പോഴും കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും, അത് മുകളിലേക്ക് ഉയർന്നു പോകും. അതുകൊണ്ട് തന്നെ എല്ലാ തരം ഗ്യാസുകളും ഇതിൽ നിന്ന് എസ്കേപ്പ് ആയി പോകും. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ മൂണിൽ കാറ്റോ മണ്ണൊലിപ്പോ ഒന്നും ഉണ്ടാവില്ല. കാറ്റടിക്കൂല, മണ്ണൊലിപ്പ് ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ +300 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ -270 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പകൽ സമയത്ത് +300 ഡിഗ്രി ആണെങ്കിൽ രാത്രി സമയത്ത് -270 ഡിഗ്രി ആയിട്ട് മാറും. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതാണ്. രാത്രി സമയത്ത് ചൂടാക്കി നിർത്താനും പകൽ സമയത്ത് സൂര്യൻ്റെ ചൂട് കൂടിയ അൾട്രാവയലറ്റ് റേ പോലുള്ള റേയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് വരുന്നത്. സർഫസ് ആർ ഡസ്റ്റി ആൻഡ് ബാരൻ. പൊടിപടലം നിറഞ്ഞ് തരിശ് ഭൂമിയായി കിടക്കുകയാണ്. അതേപോലെ തന്നെ ധാരാളം ക്രേറ്റേഴ്സ്, ധാരാളം കുഴികൾ, വ്യത്യസ്ത സൈസിലുള്ള ധാരാളം കുഴികൾ ചന്ദ്രനിൽ കാണാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് കുഴികൾ ഉണ്ടാവുന്നതെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. അതേപോലെ തന്നെ ധാരാളം വളരെ ഉയരം കൂടിയ മലകൾ ചന്ദ്രനിൽ കാണാൻ വേണ്ടി കഴിയും. അതുപോലെ ചന്ദ്രനിൽ വെള്ളം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അറ്റ്മോസ്ഫിയറിൻ്റെ മറ്റൊരു പ്രത്യേകത ചന്ദ്രനിൽ വെള്ളം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കൊന്നും വസിക്കാൻ യോഗ്യമല്ല ചന്ദ്രൻ എന്നർത്ഥം. ഓൺ ജൂലൈ 21, ജൂലൈ 21, 1969 ജൂലൈ 21 ഇന്ത്യൻ സമയം അമേരിക്കൻ ആസ്ട്രോണട്ടായിട്ടുള്ള നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തി. ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തുന്ന മനുഷ്യനാണ് നീൽ ആംസ്ട്രോങ്. അയാളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് എഡ്വിൻ ആൽഡ്രിൻ എന്ന് പറയുന്നത്. രണ്ടുപേരും കൂടെ അപ്പോളോ 11 എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റിൽ ഇവർ പോയതാണ്. എന്നിട്ട് ഒരാൾ ഇറങ്ങി, മറ്റേ ആൾ സ്പേസ് ക്രാഫ്റ്റിൽ നിന്നിരുന്നു. ഓക്കെ, ആദ്യം കാലുകുത്തിയ ആൾ നീൽ ആംസ്ട്രോങ് ആണ്. ഇത്രയാണ് ചന്ദ്രനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയും കുറേ കൂടുതലുണ്ട്. അത് നമ്മൾ പിന്നീട് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചോളാം. നമുക്ക് അടുത്തത് സ്റ്റാറുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാറിൻ്റെ ഡെഫിനിഷൻ നമുക്കിങ്ങനെ പറയാം: എ സെലസ്ട്രിയൽ ബോഡി ഓഫ് ഹോട്ട് ഗ്യാസസ് ദാറ്റ് റേഡിയേറ്റ്സ് എനർജി ഡിറൈവ്ഡ് ഫ്രം തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഇൻ ദി ഇൻറ്റീരിയർ. ഇൻറ്റീരിയറിൽ നടക്കുന്ന തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻസിൻ്റെ ഭാഗമായി എനർജി റിലീസ് ചെയ്യുന്ന ഹോട്ട് ഗ്യാസുകൾ നിറഞ്ഞിട്ടുള്ള ഒരു സെലസ്ട്രിയൽ ബോഡി. ഒരു സെലസ്ട്രിയൽ ബോഡിയാണ്, ആകാശത്ത് കാണുന്ന ഒരു ബോഡിയാണ്. അതിൽ മുഴുവൻ ഗ്യാസാണ്, വാതകങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അത് എനർജി റേഡിയേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. എനർജി എന്ന് പറഞ്ഞാൽ ഇൻ ദി ഫോം ഓഫ് ഹീറ്റ് എനർജി. പ്രധാനമായിട്ട് ഹീറ്റ് എനർജിയാണ്. അതോടൊപ്പം മറ്റു പല എനർജികളും റേഡിയേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. ആ റേഡിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, ഇതിൽ നടക്കുന്ന തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ്. ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ ഒക്കെ പോലുള്ള തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻസിൻ്റെ കാരണമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എനർജി റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെലസ്ട്രിയൽ ബോഡി. മൂണൊരു സെലസ്ട്രിയൽ ബോഡിയാണ്, പക്ഷെ അത് എനർജി റേഡിയേറ്റ് ചെയ്യുന്നില്ല. എർത്ത് ഒരു സെലസ്ട്രിയൽ ബോഡിയാണ്, പക്ഷെ അത് എനർജി റേഡിയേറ്റ് ചെയ്യുന്നില്ല. സൂര്യൻ ഒരു സെലസ്ട്രിയൽ ബോഡിയാണ്, പക്ഷെ അത് എനർജി റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. സൂര്യനിലുള്ളത് പ്രധാനമായിട്ട് ഹൈഡ്രജനും ഹീലിയവുമാണ്. ഹൈഡ്രജൻ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുന്ന തെർമോ ന്യൂക്ലിയർ റിയാക്ഷനാണ് സൂര്യനിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് എനർജി റിലീസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ബോഡികളെയാണ് നമ്മൾ സ്റ്റാർസ് എന്ന് വിളിക്കുന്നത്.
ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നമ്മളോടുള്ള ഏറ്റവും നിയറസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത് 4.2 ലൈറ്റ് ഇയർ ദൂരെയാണ്. നമ്മൾ സൂര്യനിലേക്ക് അല്ലെങ്കിൽ മറ്റ് നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം പറയുന്നത് ലൈറ്റ് ഇയറിലാണ്. സാധാരണഗതിയിൽ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ കിലോമീറ്ററിലാണ് പറയാം അല്ലേ. ഉദാഹരണത്തിന് 400 ആണെങ്കിൽ 400 കിലോമീറ്റർ എന്ന് പറയും. ഈ 400 കിലോമീറ്റർ എന്ന് പറയുന്നത് 400 × 1000 ചെയ്താൽ അത് മീറ്ററിലായി. നമ്മളത് പറയാറില്ല. 4 ലക്ഷം കിലോമീറ്ററാണ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നമ്മൾ പറയാറില്ല. ഇനി അതിന് നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മളൊരിക്കലും അങ്ങനെ പറയാറില്ല. നമ്മളെപ്പോഴും പറയാം 400 കിലോമീറ്റർ എന്നാണ്. അപ്പം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു അളവാണത്. എന്നാൽ ഇവിടുന്ന് ഒരു നക്ഷത്രത്തിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതിലൊക്കെ എത്രയോ കൂടുതലാണ്. നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് നമ്മളുടെ നമ്പറുകൾ വെച്ച് എക്സ്പ്രസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള അത്രയും കിലോമീറ്ററുകളാണ് ദൂരം. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അളവാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം എന്നാണ് അർത്ഥം. ലൈറ്റ് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെ ഒരു വർഷം ലൈറ്റ് ഇതേ വേഗതയിൽ സഞ്ചരിച്ചാൽ എത്ര ദൂരം പോകുമോ അതാണ് ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ 4.2 ലൈറ്റ് ഇയർ ആണ്. അതായത് 40 ട്രില്യൺ കിലോമീറ്റർ ആണ് ഏറ്റവും അടുത്ത സ്റ്റാറിലേക്കുള്ള ദൂരം. ഇനി ഈ ഡിസ്റ്റൻസ്, സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ്, അതേപോലെ സ്റ്റാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നതിന് പല ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പാരലാക്സ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്, അപ്പാരൻ്റ് ബ്രൈറ്റ്നസ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല, ഒക്കെ വലിയ ക്ലാസ്സുകളിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഏറ്റവും പവർഫുള്ളായ ടെലിസ്കോപ്പിൽ കൂടെ നോക്കിയാൽ പോലും സ്റ്റാർസ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പോയിന്റ് സോഴ്സ് ആയിട്ടുള്ള ലൈറ്റ് സ്പോട്ട്. ആകാശത്ത് നമ്മൾ രാത്രി കാണുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, ഒരു സ്പോട്ടായിട്ടാണ് നമ്മൾ കാണുക. ആ നക്ഷത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വലുതായിരിക്കും. നമുക്ക് ഒരു വലിപ്പം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു വലിപ്പത്തിലും കൂടുതൽ വലിപ്പമുള്ള സാധനമാണ് ഈ സ്റ്റാർസൊക്കെ. A star's mass may be deduced from interactions with nearby objects. നമ്മളുടെ മാസമൊക്കെ കണ്ടെത്തുന്ന ചില നമ്മൾ നേരത്തെ അപ്പാരൻ്റ് ബ്രൈറ്റ്നസ് മെത്തേഡൊക്കെ പറഞ്ഞതുപോലെ അതിൻ്റെ അടുത്തുള്ള മറ്റുള്ള ഒബ്ജക്റ്റുകളൊക്കെ ഇൻറ്ററാക്ഷനും കാര്യങ്ങളും വെച്ചിട്ട് നമ്മളതിൻ്റെ മാസമൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. ഏകദേശം എല്ലാ സ്റ്റാറുകളും 71% ഹൈഡ്രജനും 27% ഹീലിയമാണ് ഉണ്ടാവാറുള്ളത്. ഓരോ സ്റ്റാറിലും ഇതിൽ സ്റ്റാറിലെ ഇന്ധനം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. ഓരോ സ്റ്റാറിലും ബില്യൺ കണക്കിന് വർഷം പ്രവർത്തിക്കാൻ ആവശ്യമായ ഫ്യൂവലുണ്ട്, ഇന്ധനം ഉണ്ടെന്ന് പറയുന്നത്. ഹൈഡ്രജൻ അത്രത്തോളം സ്റ്റോക്ക് ഉണ്ടാവും. നമ്മൾ ഒരു സ്റ്റാറിൻ്റെ മാസ് സൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മാസും അതേപോലെ ബ്രൈറ്റ്നസ്സും കളറും ഒക്കെ വെച്ചിട്ടാണ്. സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്, സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന മെത്തേഡിലൂടെയാണ് നമ്മൾ മറ്റുള്ള ഇതിൻ്റെ എല്ലാ പ്രത്യേകതകളും നമ്മൾ പഠിക്കുന്നത്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ചിട്ടാണ്. സ്റ്റാർസ് സാധാരണഗതിയിൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക അല്ലേ. സൂര്യനാണെങ്കിൽ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ റൊട്ടേഷനാണ്. ഭൂമിയുടെ റൊട്ടേഷൻ കൊണ്ടാണ് നമുക്ക് സ്റ്റാർസ് കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. സ്റ്റാർസ് ആർ ജൈജാൻറ്റിക് ഗ്രാവിറ്റി ഇൻഡ്യൂസ്ഡ് ഫ്യൂഷൻ റിയാക്ടേഴ്സ് ആണ്. ഫ്യൂഷൻ റിയാക്ടർ, അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന ജൈജാൻറ്റിക് ഷേപ്പാണ്. നമുക്ക് സങ്കല്പിക്കാനൊക്കെ കഴിയുന്നതിലൊക്കെ വലിയ ഷേപ്പുകളാണ് സ്റ്റാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഇതിൻ്റെ കോർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിന് കെൽവിൻ ആയിരിക്കും. മില്യൺ കണക്കിന് കെൽവിനാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സാധനമാണ് സ്റ്റാർ എന്ന് പറയുന്നത്. ഓരോ സ്റ്റാറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. സ്റ്റാറിൻ്റെ പ്രത്യേകതകളും മറ്റുമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സൂര്യനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു ജൈജാൻറ്റിക് ഷേപ്പ്, ഭൂമിയുടെ 100 കണക്കിന് ഇരട്ടി വലുപ്പം ഉണ്ടാവും. ഏറ്റവും ചെറിയ സ്റ്റാർ വരെ ഭൂമിയേക്കാൾ 100 കണക്കിന് ഇരട്ടി വലുപ്പമുള്ള സ്റ്റാറുകളാണ്.
ചില സ്റ്റാറുകൾ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റാറുകൾ തമ്മിൽ ലൈറ്റ് ഇയറിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടാവും. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ളൊരു സാധനമാണ്. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ 1 വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരമാണ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും നിയറസ്റ്റ് സ്റ്റാറിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 4.2 ലൈറ്റ് ഇയർ ആണ്. അതോടൊപ്പം ഒരു സ്റ്റാറിൽ നിന്ന് മറ്റൊരു സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും ലൈറ്റ് ഇയേഴ്സ് ആയിരിക്കും. 5-6 ലൈറ്റ് ഇയർ ഒക്കെ ആയിരിക്കും ഒരു സ്റ്റാറിൽ നിന്ന് മറ്റൊരു സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ്. നമ്മൾ നോക്കുമ്പോൾ ആകാശത്ത് കുറേ സ്റ്റാറുകൾ നമ്മൾ അടുത്തടുത്ത് കാണും. നമ്മൾ അടുത്തടുത്ത് കാണുന്ന ഓരോ സ്റ്റാറുകളും തമ്മിൽ 2-3 ലൈറ്റ് ഇയറുകളുടെ ഡിസ്റ്റൻസ് ഉണ്ടാവും. നമ്മൾ വളരെ ദൂരം നമ്മൾ കാണുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാണ്. ഒരു പ്രതലത്തിൽ ഇതൊക്കെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു നമുക്കൊരു ഫീലിംഗ് മാത്രമാണ്. മനസ്സിലായല്ലോ? ഉദാഹരണത്തിന് നമ്മൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ചപ്പുറത്ത് പോയിട്ട് ആകാശം ഭൂമിയിൽ മുട്ടുന്നുണ്ടാവും അല്ലേ? നമ്മളെന്നാൽ അങ്ങോട്ട് പോയി നോക്കിയാലോ? വീണ്ടും കുറേ കൂടെ അങ്ങോട്ടേക്ക് മാറും. നമ്മളെ കണ്ണിൻ്റെ ഒരു പരിധിയാണ്. നമ്മൾ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമെന്ന് മാത്രം. മനസ്സിലായല്ലോ? നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് എത്രയോ ദൂരെയാണ്. ഓരോ നക്ഷത്രങ്ങളും തമ്മിൽ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ സണ്ണിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സൺ എന്ന് പറയുന്ന ഒരു സ്റ്റാറാണ്. 100 ബില്യൺ സ്റ്റാറുകളിൽ നമ്മളെ ഗാലക്സി മിൽക്കി വേ ആണ് അല്ലേ? ഈ മിൽക്കി വേ ഗാലക്സിയിലുള്ള 100 ബില്യൺ സ്റ്റാറുകളിൽ ഒരു സ്റ്റാർ മാത്രമാണ് സൂര്യൻ. നിങ്ങൾ യൂണിവേഴ്സിനെ കുറിച്ച് സങ്കല്പിച്ച് നോക്കിയാൽ മതി. നമ്മുടെ സങ്കല്പങ്ങൾക്കൊക്കെ അതീതമാണ്. നമ്മൾ സങ്കല്പിക്കാൻ കഴിയുന്നതിലും വലുതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. യൂണിവേഴ്സിലുള്ള ഗാലക്സി, കുറേയധികം ഗാലക്സികളിൽ ഒരു ഗാലക്സി മാത്രമാണ് നമ്മുടെ ഭൂമി ഉൾക്കൊള്ളുന്ന മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി. ആ ഗാലക്സിയിലുള്ള 100 ബില്യൺ സ്റ്റാറുകളിൽ ഒരു സ്റ്റാർ മാത്രമാണ് സൂര്യൻ. ആ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം കൂടെ കൂടിച്ചേർന്നതാണ് നമ്മൾ സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. മറ്റുള്ള സൂര്യനുകളെയൊക്കെ വേറെ, മറ്റുള്ള സ്റ്റാറിനെയൊക്കെ വേറെ ഇതേപോലുള്ള സോളാർ സിസ്റ്റങ്ങൾ റിവോൾവ് ചെയ്യുന്നുണ്ടാവാം. അതുമായി ബന്ധപ്പെട്ട സോളാർ സിസ്റ്റങ്ങൾ. അപ്പോൾ നമുക്ക് സങ്കല്പിക്കാനൊക്കെ കഴിയുന്നതിൽ എത്രയോ വലുതാണ് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. സൂര്യൻ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് 150 മില്യൺ കിലോമീറ്റർ ആണ് അകലെയാണ്. സൺ ഈസ് 93 മില്യൺ മൈൽസ്. അതായത് 150 മില്യൺ കിലോമീറ്റർ ആണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം. സൂര്യന് പുറത്തുവിടുന്ന എനർജിയിൽ നിന്ന് 1 ബില്യണിൽ ഒന്ന് മാത്രം, 1 ബില്യണിൽ ഒന്ന് മാത്രം, ഓൺലി അബൌട്ട് എ ബില്യൺസ് ഓഫ് ദി ബില്യണിൽ 1% എനർജി മാത്രമാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. സൈസ് എന്ന് പറയുന്നത് 1 മില്യൺ കിലോമീറ്ററിലും കൂടുതലാണ്. 100 ഭൂമി നമുക്ക് സൂര്യനിൽ കൊണ്ടുപോയി ഫിറ്റാക്കി വെക്കാൻ വേണ്ടി പറ്റും. അതേസമയം മറ്റു ചില സ്റ്റാറുകൾ എന്ന് പറയുന്നത് സൂര്യനേക്കാൾ 100 ഇരട്ടി വലുപ്പമുള്ളതാണ്. ഭൂമിയുടെ 100 ഇരട്ടി വലുപ്പമുള്ളതാണ് സൂര്യൻ. 100 ഇരട്ടിയല്ല, 100 ഇരട്ടിയിലധികം വലുപ്പമുള്ളതാണ് സൂര്യൻ. സൂര്യനേക്കാൾ 100 ഇരട്ടിയിലധികം വലുപ്പമുള്ളതാണ് മറ്റു പല സ്റ്റാറുകളും. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ഗ്യാസാണ്, ഹീലിയം ഉണ്ട്, അതേപോലെ മറ്റു ചില എലിമെൻറ്റുകളൊക്കെ നമുക്ക് സൂര്യനിൽ കാണാൻ പറ്റും. ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹീലിയായി മാറുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ കൊണ്ടാണ് സൂര്യൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 27 മില്യൺ ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് 15 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യൻ്റെ കോർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 6000 ഡിഗ്രി സെൽഷ്യസ് ആണ്. സർഫസ് ടെമ്പറേച്ചർ എന്ന് 6000 ഡിഗ്രി സെൽഷ്യസും കോർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 മില്യൺ ഡിഗ്രി സെൽഷ്യസുമാണ്. നമ്മുടെ ഭൂമിയുടെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതൊരു 33-34 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ നമുക്ക് സഹിക്കാൻ വയ്യ, നമുക്ക് സൺബേൺ ഒക്കെ ഉണ്ടാവും. മനസ്സിലായി? അപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 6000 ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യൻ്റെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സൂര്യൻ്റെ ഔട്ടർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, കൊറോണ എന്ന് വിളിക്കുന്ന ഔട്ടർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് 2 മില്യൺ ഡിഗ്രി, അതായത് 1 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള ഏരിയയാണ്. അത് ടെമ്പറേച്ചർ കൊണ്ടും കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള നമ്മൾ ലൈറ്റ് ഇയർ നമ്മൾ പറഞ്ഞു, ലൈറ്റ് ഇയറിലാണ് എക്സ്പ്രസ് ചെയ്യാറ്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്.
ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 ലക്ഷം കിലോമീറ്ററാണ് ഒരു സെക്കൻഡിൽ. മുമ്പ് പറഞ്ഞ കാര്യമാണ്. Light from sun takes about 8 minutes to reach Earth. So the distance is 8 light minutes. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശം എത്താനുള്ള സമയം എന്ന് പറയുന്നത് 8 മിനിറ്റും 20 സെക്കൻഡുമാണ്. 8 മിനിറ്റും 20 സെക്കൻഡും കൊണ്ടാണ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശം എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 8 ലൈറ്റ് മിനിറ്റ് ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. The distance to Alpha Centauri is about 4.3 light years. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആൽഫ സെഞ്ചുറിയിലേക്കുള്ള ദൂരമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അടുത്ത മറ്റൊരു സ്റ്റാറാണ് ആൽഫ സെഞ്ചുറി. അതിലേക്ക് 4.3 ലൈറ്റ് ഇയർ ആണ് ദൂരം എന്ന് പറയുന്നത്. ഇത്രയാണ് സൂര്യനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പോൾ സ്റ്റാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം.